പുണ്യ റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിൽ ഞാൻ നിൽക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന വിട്ടുപോയി ഷാമിലേക്ക് പോയി മാസങ്ങളോളം ഷാമിൽ താമസിച്ചു. പരിശുദ്ധ റസൂലിനെ ഉറക്കിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ, അല്ലയോ ബിലാലേ, എന്തിനാണ് ഈ പിണക്കം? മുത്തു റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കിൽ കാണുകയാണ്. പുണ്യ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ പിണക്കം? പിണങ്ങിയോ? എന്തേ മദീന വിട്ടുപോയോ? അങ്ങനെ വീണ്ടും ഈ ഉറക്കത്തിൽ കണ്ടപ്പോ മഹാനായ ബിലാൽ എന്നവരെ റളിയല്ലാഹു അൻഹു ഷാം വിട്ടിട്ട് വീണ്ടും മദീനയിലേക്ക് കടന്നു വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന. അവിടെ എത്തിയപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്, ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്, അല്ലയോ ബിലാൽ ഒന്ന് ബാങ്ക് വിളിച്ചാലും. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാങ്ക് വിളിക്കൂല, എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയൂല എന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അടുത്തത് ആവശ്യമുണ്ടായാലും സ്വർഗത്തിന്റെ യുവാക്കൾ നേതാക്കൾ എന്നറിയപ്പെടുന്ന സയ്യിദുനാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേരും ആവശ്യപ്പെടുന്ന ആരാണ്? പുണ്യ പേരക്കിടാൻ, പുണ്യ റസൂലിന്റെ പേരമക്കളാണ് ആവശ്യപ്പെടുന്നത്. അല്ലയോ ബിലാൽ, തങ്ങളെ ഒന്ന് ബാങ്ക് വിളിച്ചാലും. ബിലാൽ ചിന്തിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ പേരമക്കളാണല്ലോ ആവശ്യപ്പെടുന്നത്, എങ്ങനെ കൊടുക്കാതിരിക്കും? അതാണ് നമ്മുടെ കേരളക്കാരുടെ ഒരു മഹത്വം എന്ന് പറയുന്നതും അത് തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അഹ്ലുൽ ബൈത്തിന്റെ തണലിന്റെ അല്ലാഹു തആല നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മരിക്കുവോളം ആ യശസ് അല്ലാഹു തആല നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു നാടിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് കേരളക്കരക്ക് അല്ലാഹു കനിഞ്ഞേകിയ നേതൃത്വം എന്ന് പറയുന്നത്. അഥവാ ഇത് നമ്മുടെ മുസ്ലിം സമുദായം മാത്രം പറയുന്നതല്ല. ഈ പറയുന്ന സംഖ്യയും സംഘടനയും എന്തൊക്കെ വിഭാഗങ്ങളുണ്ടോ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നതാണ് അഹ്ലുൽ ബൈത്തിന്റെ നേതൃത്വം. അല്ലെങ്കിൽ അവിടെ പ്രത്യേകത അപ്പൊ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മുടെ അടുത്ത സ്വഭാവം ചെയ്യുന്നു, പെട്ടെന്ന് വിളിവോ. എന്നാൽ അവരങ്ങനെയല്ല. അവരോട് എന്ത് പറഞ്ഞാലും, നമ്മൾ എന്ത് തെറി പറഞ്ഞാലും, എന്താക്ഷേപിച്ചാലും ഒരു പുഞ്ചിരിയെ ഉണ്ടാവും. അവരോട് അല്ലാഹു സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ ആല ബൈത്തി റസൂലി ലല്ലാഹി ഹുബ്ബുകും ഫർദും മിനല്ലാഹി ഫിൽ ഖുർആനി അൻദലഹു യക്ഫീകും മിൻ അദീമിൽ ഫഖ്രി അന്നകും മൻ ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു. റസൂലുള്ളാഹിന്റെ കുടുംബ ഭവനമേ, അല്ലാഹു അവതരിച്ച ഖുർആനിൽ പറഞ്ഞ കാര്യം നിർബന്ധമാണെന്ന് നിങ്ങളെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ മഹത്വത്തിന്റെ പ്രൗഢി എന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ പ്രവാചക കുടുംബമേ, നിങ്ങളുടെ മേൽ സ്വലാത്ത് ഇല്ലെങ്കിൽ അവന് നിസ്കാരമില്ലെന്ന മഹാനായ സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല